ആദ്യം അജയ് ജ്വൽ കുര്യാക്കോസ്. ഇന്നതാ അജയെയും AT തോമസിനെയും അതിക്രൂരമായി മർദ്ദിച്ച് അജയുടെ കൈക്കാണ് പൊട്ടലേറ്റത്, കൈ എല്ല് പൊട്ടി. അപ്പോൾ അത്രയും ക്രൂരമായ മർദ്ദനം കേരളം മുഴുവൻ കണ്ടു. പക്ഷേ തൊട്ടടുത്ത ദിവസം മുതൽ ഇങ്ങോട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് വിശദീകരിച്ചത്, വ്യാഖ്യാനിച്ചത്, ന്യായീകരിച്ചത്. ഇന്ന് ഈ ദിവസം ആ 5 പേർക്കെതിരെ പുതിയൊരു വകുപ്പ് കൂടി, പുതിയൊരു കുറ്റം കൂടി ചുമത്തപ്പെടുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, 108-ാം വകുപ്പ്. ഇത് പ്രതീക്ഷിച്ചിരുന്നു അജയ്? തീർച്ചയായിട്ടും ഞാനും AD തോമസും ഏറ്റവും ആദ്യം മുതൽക്കേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കേസിൽ ഞങ്ങളെ മനഃപൂർവ്വം ഞങ്ങളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ല, ഞങ്ങളെ വലിച്ച് അടിക്കാൻ, തലയ്ക്കടിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കൊല്ലണമെന്നുള്ള ഉദ്ദേശമാണ് എന്ന് ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും അത് മറ്റ് ഉദ്യോഗസ്ഥരോടുള്ള എന്തെങ്കിലും വൈരാഗ്യമോ മറ്റുമല്ല. സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഞാനും തോമസും മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് എന്നെയും തോമസിനെയും ഈ ഒരു കടയുടെ ഓരത്തോട് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം അതിൻ്റെ പിറകിൽ വരുന്ന വാഹനത്തിൽ നിന്നൊരാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വണ്ടി നിർത്തി അങ്ങ് ഇറങ്ങുകയാണ്. കൈ ഉയർത്തി അടിക്കുന്നത്, 2 കൈയും തലയ്ക്ക് മേളിൽ വെച്ചുകൊണ്ട് തല ലക്ഷ്യമാക്കിക്കൊണ്ട് അടിക്കുകയാണ്. ആ അടിക്കുന്നത് 308 എന്ന് പറയുന്ന ഒഫൻസാണ്. സത്യത്തിൽ ഒരു കാരണവുമില്ല, കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ കൈ രണ്ടും വീശി ഒരാളുടെ തല ലക്ഷ്യമാക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ. കേട്ടില്ല? ഞാൻ ചോദിച്ചത്, അജയുടെ കൈയുടെ എല്ലാണ് പൊട്ടിയത്. തലയ്ക്ക് മർദ്ദനം ഏൽക്കുന്നത് തടയാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോഴാണോ കൈയുടെ എല്ല് പൊട്ടിയത്? ഞാനും തോമസും നിൽക്കുമ്പോൾ ഞങ്ങൾ കാണുന്നില്ല ഇങ്ങനൊരു വാഹനത്തിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നതും ഞങ്ങളെ മർദ്ദിക്കാൻ അടിക്കുന്നതും. ആ ആദ്യത്തെ അടി അപ്രതീക്ഷിതമായി തോമസിൻ്റെ തലയിൽ ഉച്ചിയിൽ കൊള്ളുകയാണ്. ആ സമയത്ത് കൈ യാദൃശ്യം വെച്ചാൽ അവൻ പൊക്കുന്നത് കൊണ്ട് അവൻ്റെ കയ്യിൽ കൊണ്ട് ആ അടിയുടെ ഫോഴ്സ് കുറഞ്ഞിട്ടും ആ അടി അവൻ്റെ തലയിൽ ഉച്ചിയിൽ കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ തല പൊട്ടിയത്. അതിനുശേഷം അയാൾ വീണ്ടും അടിക്കുമ്പോൾ, എൻ്റെ തല ലക്ഷ്യമാക്കി അടിക്കുമ്പോൾ ഞാൻ കൈ കൊണ്ട് തടുക്കുകയാണ്, എൻ്റെ അടുത്ത കൈ കൊണ്ട് ഞാൻ തടുക്കുകയാണ്. അത് 2, 3 വട്ടം അത് വീണ്ടും വീണ്ടും മാറി മാറി അടിക്കുന്നു. അത് കൈ കൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ തല പൊളന്നു പോയേനെ. ആ രീതിക്കായിരുന്നു അദ്ദേഹം തല ലക്ഷ്യമാക്കി അടിക്കുന്നത്. അത് കൊല്ലണമെന്നുള്ള ഉദ്ദേശമാണല്ലോ. ഒരു ആൾ വീണ്ടും വീണ്ടും തല ലക്ഷ്യമാക്കി അടിക്കുമ്പോൾ പൊട്ടിച്ചോര വരുന്നത് മനസ്സിലാക്കിയിട്ടും തല ലക്ഷ്യമാക്കി അടിക്കുന്നത് കൊല്ലണമെന്നുള്ളത് സ്റ്റുഡിയാണ്. അതിൻ്റെ പിറകിൽ നിന്ന് വന്ന വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ ആളും എന്താണ് ചെയ്യുന്നത്? വന്ന് ഒരു ദയദാക്ഷിണ്യമില്ലാതെ റോട്ടിലെ ഒരു തെരുവ് നായയെ ആക്രമിക്കുന്നത് പോലെയാണ് അവിടെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയും തോമസിനെയും വീണ്ടും വീണ്ടും മൃഗീയമായി മർദ്ദിച്ചത്. ഞങ്ങൾ അന്ന് മുതൽക്കേ പറയുന്നുണ്ട്, ഈ പറയുന്നത് ഇവർ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ 308 പോലൊരു വകുപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാനും തോമസും ഏറ്റവും ആദ്യം ദിവസം മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. അതിനായി ഞങ്ങളൊരു CMB വീണ്ടും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചത്. ഇത് 2023 ഡിസംബർ 15-നാണ് ഈ സംഭവം നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ചുണ്ടാകുന്നത്. ഡിസംബർ 16-ന് തൊട്ടടുത്ത ദിവസം 24 മണിക്കൂറിനുള്ളിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവത്തെ എങ്ങനെയാണ് വിശദീകരിച്ചത്, എങ്ങനെയാണ് ന്യായീകരിച്ചത്? കേരളം കേട്ടതാണ്, ഒരിക്കൽ കൂടി കേൾക്കാം. എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. ശ്രീ അജയ് ജ്വൽ കുര്യാക്കോസ്, ഇത് തൊട്ടടുത്ത ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് പറയുന്ന സമയത്ത്, പിണറായി വിജയൻ ഈ വിശദീകരണം നൽകുന്ന സമയത്ത് നവകേരള യാത്രക്കിടെയാണ്. എല്ലാ മന്ത്രിമാരും പുറകിലുണ്ട്. അപ്പോൾ മന്ത്രിസഭ മുഴുവൻ അംഗീകരിക്കുകയാണ് ഈ വാചകത്തെ. പിന്നെ ആ സമയത്ത് ആ സർക്കാരിൽ നിന്ന്, ആ പോലീസിൽ നിന്ന് നീതി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നിയമവ്യവസ്ഥയിൽ അന്ന് മുതൽക്കേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ അവസരത്തിലും
ഈ കേസെടുക്കാൻ പോലീസ് തയ്യാറാവാണ്ടിരുന്നപ്പോഴും SP തയ്യാറാവാണ്ടിരുന്നപ്പോഴും കോടതിയെ ബന്ധപ്പെട്ട് കോടതി മുഖാന്തരം കേസ് രജിസ്റ്റർ ചെയ്തത്. ആയതിനു ശേഷം പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. റഫർ ചാർജ് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കി. കോടതിയോട് തുടരന്വേഷണം തെളിവുകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകം തന്നെയാണ് ഈ 2-ാം തീയതി ബാക്കി 3 പ്രതികൾ, അതായത് 3 മുതൽ 5 വരെയുള്ള പ്രതികൾ 2-ാം തീയതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ബെയിൽ ആപ്ലിക്കേഷനിൽ കൃത്യമായി വീണ്ടും പറഞ്ഞേക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകമാണ്. ദ പ്രൊട്ടസ്റ്റേഴ്സ് റീച്ച് ക്ലോസ് പ്രോക്സിമിറ്റി ബൈ ബ്രേക്കിംഗ് ത്രൂ ആൻഡ് ഇവേഡിംഗ് ദ എക്സ്കോർട്ട് ടീം ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. Unexpected attack was directed against the convoy. And അതിൻ്റെ പൊക്കത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നുണ്ട്, ദ പ്രൊട്ടസ്റ്റേഴ്സ് വെർ ഷൗട്ടിംഗ് സ്ലോഗൻ എഗൻസ്റ്റ് ദ നവകേരള സദസ് റാലി ആസ് വെൽ ആസ് ഹിറ്റിംഗ് ആൻഡ് പ്ലെഡ്ജിങ് ഒബ്ജക്ട്സ് ടു ദ ബസ്. ഇത് അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ പറയുകയാണ്. അടുത്ത ദിവസം വെച്ചിരിക്കുന്ന ബെയിൽ ആപ്ലിക്കേഷനിൽ അവരുടെ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ആ വാഹനത്തിൽ തട്ടിയിട്ടില്ല, ആ വാഹനത്തിൽ തൊട്ടിട്ടില്ല. ഈ പറയുന്ന മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. ഈ പെറ്റീഷനകത്ത് ഒരു കാര്യമാണ് പറയുന്നത്, അറ്റ് ദ ടൈം എ അൺറിയൽ മോബ് പ്രൊട്ടസ്റ്റിംഗ് എഗൻസ്റ്റ് നവകേരള ജംപ്ഡ് ടുവേർഡ്സ് ദ വെഹിക്കിൾ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ആ വാഹനത്തിന് മുമ്പോട്ട് ഞങ്ങൾ വന്നിട്ടില്ല. മുഖ്യമന്ത്രി വാഹനം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആ വാഹനത്തെ തടഞ്ഞു നിർത്താനോ ആ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ആ വാഹനം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആ വണ്ടിയുടെ ഓരം ചേർന്ന്, ആ റോഡിൻ്റെ ഓരം ചേർന്നാണ് നിൽക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും റഫർ ചാർജിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ അതല്ല സത്യമെന്ന് ആ വിഷ്വൽസ് കാണുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാവും. ആ വാഹനത്തിൽ യാതൊരു തരം, ഞങ്ങൾ അതിനകത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളെ മർദ്ദിച്ചത് മാത്രം. സമാധാനപരമായി സമരം ചെയ്യുന്നവരെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്ന പോലീസിൻ്റെ സ്വഭാവം, അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമരം. ഒരു നിയമ പോരാട്ടം നടത്തുന്നത് അതിനെതിരെയാണ്. ശരി, ഞാൻ പക്ഷേ എന്നാൽ താങ്കളിലേക്ക് ഈ തിരിച്ചു വരാം. വിഷയങ്ങളിലൊക്കെ ഒരു ശ്രീ ടി.കെ. രാജ്മോഹൻ, ഈ ദൃശ്യങ്ങൾ ഇടപെടുന്നു പറയുമ്പോൾ തന്നെ അതിലുണ്ടാവാവുന്ന ഞാൻ അജയിലേക്ക് തിരിച്ചു വരാം. ശ്രീ